BJP രാജ്യവ്യാപകമായി ദേശീയ തലത്തിൽ തന്നെ സെപ്റ്റംബർ 2 മുതൽ തുടങ്ങിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ വലിയ തോതിലുള്ള ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. പലരും BJPയിലേക്ക് ചേരുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കാര്യം എടുത്താൽ പോലും കേരളത്തിൽ സെപ്റ്റംബർ 2 തുടങ്ങിയ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇത്ര ദിവസമാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് പലയിടങ്ങളിലായിട്ട് BJPയിലേക്ക് കാണുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പല പ്രമുഖർ ഉൾപ്പെടെ പല പാർട്ടികളും വിട്ടുകൊണ്ട്, ഈ പറയുന്ന UDFും LDFും വിട്ടുകൊണ്ട് പല പ്രവർത്തകരും അല്ലാതെ ഉള്ളവർ തന്നെയും ഈ പാർട്ടികളിൽ ഒന്നും തന്നെ പെടാത്തവർ തന്നെയും BJPയിലേക്ക് ഈ പറയുന്ന കേരളത്തിൽ തന്നെ പല ജില്ലകളിലും BJPയിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സ്ഥലമായിട്ടുള്ള പാലക്കാട് എന്ന് പറയുന്നത്. കാരണം പാലക്കാട് ഇനി തൊട്ടടുത്ത് വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് BJPക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ BJP മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒട്ടനവധി പേര് ഇപ്പോൾ BJPയിലേക്ക് പാലക്കാട് നിന്നുകൊണ്ട് ചേരുന്നത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുന്നേ നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന പാലക്കാട് തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും അതുപോലെ തന്നെ നിരവധി ക്രൈസ്തവ കുടുംബങ്ങളും BJP അംഗത്വം എടുത്തു എന്നുള്ളത് പാലക്കാട് നിന്നുകൊണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പറയുന്ന പാലക്കാട് തന്നെ റിട്ടയർഡ് DYSP ചെറിയാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനിൽ നിന്ന് BJP അംഗത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. പാലക്കാട് BJP ജില്ലാ കാര്യാലയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനിൽ നിന്ന് തന്നെയാണ് റിട്ടയർഡ് DYSP ചെറിയാൻ BJP അംഗത്വം സ്വീകരിച്ചത് തന്നെ. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന റിട്ടയർഡ് ഇന്റലിജൻസ് ബ്യൂറോ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ വർക്കി ഉമ്മൻ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനിൽ നിന്നും BJP അംഗത്വം സ്വീകരിച്ച് BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. അതും പാലക്കാട് BJP ജില്ലാ കാര്യാലയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ തന്നെയാണ് ഈ പറയുന്ന കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനിൽ നിന്നും ശ്രീ വർക്കി ഉമ്മൻ BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ. നിരവധി പേര് ഇപ്പോൾ ഈ പാലക്കാട് തന്നെ BJPയിലേക്ക് ചേരുന്നുണ്ട്. നിരവധി പ്രമുഖർ ഉൾപ്പെടെ BJPയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ BJP വലിയ തോതിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പാലക്കാട് വളരെ വലിയ തോതിൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ തീർച്ചയായിട്ടും വളരെ വലിയൊരു മുന്നേറ്റം BJPക്ക് പാലക്കാടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ വരുന്ന വാർത്തകളൊക്കെ തന്നെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ ദേശീയ തലത്തിൽ BJPയിലേക്ക് ജോയിൻ ചെയ്തവരുടെ എണ്ണത്തിൽ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് തന്നെ BJP ഇന്ത്യ ഒട്ടാകെ 1 കോടിയിലധികം പേരാണ് BJPയിലേക്ക് എത്തി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് തന്നെ. 10 കോടിയോളം പേര് തന്നെയാണ് BJP ഇപ്രാവശ്യം BJPയിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു നീക്കങ്ങളെല്ലാം തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ആയാൽ തന്നെയും തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പല ജില്ലകളിലായിട്ടും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ BJPയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന ആ ഒരു വർധനവ്, അത് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു നേട്ടമാക്കി പാലക്കാട് മാറുമോ അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. കാത്തിരിക്കാം പാലക്കാട് എന്ത് തരം അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളതും. BJPക്ക് ഇതിലൂടെ നേട്ടമുണ്ടാകുമോ അതോ അവിടെ UDFിനോ LDFിനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? എന്തട്ടിമറിയായിരിക്കും പാലക്കാട് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.